നമസ്കാരം. ആധുനിക സാങ്കേതിക വിദ്യയിൽ പാശ്ചാത്യ രാജ്യങ്ങളെയൊക്കെ കടത്തിവെട്ടി ഇപ്പോഴും മുന്നേറുകയാണ് ചൈന. റെയിൽ ഗതാഗത രംഗത്തും ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ചൈന മുന്നിലെത്തിയിരിക്കുന്നത്. വിമാനത്തെ പോലെ പായുന്ന അല്ലെങ്കിൽ വിമാനത്തെക്കാൾ വേഗതയുള്ള ട്രെയിൻ ഇപ്പോൾ നിരത്തിലിറക്കാൻ പോവുകയാണ് ചൈന. ചൈന എയ്റോസ്പേസ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രി കോർപ്പറേഷൻ രൂപകൽപ്പന ചെയ്ത പുതിയ മാഗ്നറ്റിക്കലി ലെവിറ്റേറ്റഡ് അഥവാ മഗ്ലേവ് ട്രെയിനാണ് വിമാനത്തിൻ്റെ വേഗതയെ കടത്തിവെട്ടി മുന്നേറാൻ പോകുന്നത്. ഈയിടെ നടന്ന പരീക്ഷണത്തിൽ മണിക്കൂറിൽ 623 കിലോമീറ്ററിലേറെ വേഗത ഈ ട്രെയിൻ കൈവരിച്ചതായി ചൈന അവകാശപ്പെട്ടിരുന്നു. 2 കിലോമീറ്റർ നീളമുള്ള വാക്വം ട്യൂബിലൂടെയായിരുന്നു പരീക്ഷണ ഓട്ടം നടന്നത്. ട്രെയിനിൻ്റെ വേഗത ഒരു സുപ്രധാന മുന്നേറ്റമാണെന്നാണ് ചൈനീസ് മാധ്യമങ്ങളും പറയുന്നത്. അൾട്രാ ഫാസ്റ്റ് ഹൈപ്പർലൂപ്പ് ട്രെയിൻ ഈ വാക്വം ട്യൂബിൽ യാത്ര ചെയ്യുമ്പോൾ പോലും ഇത് വളരെ കൃത്യമായി സ്ഥിരതയോടുകൂടി അതിന് യാത്ര ചെയ്യാൻ കഴിയുന്നത് ഇതാദ്യമായിട്ടാണെന്നും അവർ പറയുന്നുണ്ട്. വിമാന വേഗതയിലുള്ള ട്രെയിൻ യാഥാർത്ഥ്യമാകുന്നതിൻ്റെ തൊട്ടടുത്താണ് ചൈനയെന്നും ഈ റിപ്പോർട്ടുകൾ പറയുന്നു. മഗ്ലേവ് സാങ്കേതികവിദ്യയിലൂടെ കാന്തികത ഉപയോഗിച്ചായിരിക്കും ട്രെയിൻ സഞ്ചരിക്കുക. അതായത് ട്രാക്കുകൾക്ക് മുകളിലൂടെ ലെവിറ്റേറ്റ് ചെയ്തതായിരിക്കും അത് ഓടുക. ഇതുവഴി ഘർഷണം കുറയുകയും കൂടുതൽ വേഗത കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ ട്രെയിനെ സംബന്ധിച്ച് ഇതിന് റെക്കോർഡ് വേഗത കൈവരിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അതിനൂതന സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പരീക്ഷണ ഓട്ടത്തിലും തെളിഞ്ഞിരുന്നത്. മണിക്കൂറിൽ 1000 കിലോമീറ്റർ വരെ വേഗതയാർജിച്ച് വിമാന വേഗതയെ മറികടക്കാനാണ് ചൈനീസ് എഞ്ചിനീയർമാരുടെ ഇപ്പോഴത്തെ ശ്രമം. നേരത്തെ ഇത് സംബന്ധിച്ച പരീക്ഷണങ്ങളെല്ലാം തന്നെ ചൈന രഹസ്യമായിട്ടാണ് നടത്തിയിരുന്നത്. രാജ്യമൊട്ടാകെ ഈ ട്രെയിൻ ശൃംഖല സ്ഥാപിക്കാനാണ് ചൈനീസ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ബോയിങ് 737 വിമാനത്തിൻ്റെ വേഗതയെ മറികടക്കുക എന്നതാണ് ചൈന ലക്ഷ്യമിടുന്നത്. ചൈനയുടെ ഈ നീക്കത്തെ പാശ്ചാത്യ രാജ്യങ്ങൾ പോലും അസൂയോടെ തന്നെയാണ് നോക്കിക്കാണുന്നതെന്നാണ് കരുതപ്പെടുന്നത്. സാങ്കേതികമായി ഇനിയും നിരവധി പരീക്ഷണങ്ങൾ ഈ ട്രെയിനിന് വേണ്ടി നടത്തുന്നുണ്ടെന്നാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. നിലവിൽ ചൈനയിൽ 2 മഗ്ലേവ് റെയിൽവേ ലൈനുകളാണ് ഉള്ളത്. ഷാങ്ഹായ് മഗ്ലേവ്, ചാങ്ഷാ മഗ്ലേവ് എന്നീ പേരുകളിലാണ് ഇവ അറിയപ്പെടുന്നത്. അതായത് കാന്തിക ശക്തി കൊണ്ട് ഓടുന്ന ട്രെയിനുകൾ. 62 മുതൽ 268 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ ഈ ലൈനുകളിലൂടെ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ പുതിയ അതിവേഗ ട്രെയിനുകൾക്കായി പ്രത്യേക പാത തന്നെ തയ്യാറാക്കുകയാണ് ചൈന. തലസ്ഥാനമായ ബെയ്ജിങ്ങിൽ നിന്ന് 1000 കിലോമീറ്റർ അകലുള്ള ഷാങ്ഹായിലേക്ക് സഞ്ചരിക്കാൻ ഇനി കഷ്ടിച്ച് ഈ ട്രെയിനിന് 2 മണിക്കൂർ സമയം മതിയാകും. വിമാനത്തിൽ ഇത്രയും ദൂരം സഞ്ചരിക്കാൻ 3 മണിക്കൂർ വേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ജപ്പാനും ജർമ്മനിയും പോലെയുള്ള രാജ്യങ്ങളും മഗ്ലേവ് മാതൃക റെയിൽവേ സംവിധാനം ഒരുക്കാൻ ശ്രമിച്ചുവെങ്കിലും ഭാരിച്ച പണച്ചെലവും പുതുതായി ട്രാക്കുകൾ തയ്യാറാക്കുന്നതിലെ ബുദ്ധിമുട്ടുകളുമാണ് അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മോട്ടോർ വാഹന വ്യവസായ രംഗത്താണെങ്കിലും IT മേഖലയിലാണെങ്കിലും ഒക്കെ തന്നെ വൻ പരീക്ഷണങ്ങൾ വിജയിച്ച ഒരു സമയമാണ് കടന്നു പോകുന്നത്. ചൈന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറിയതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട രഹസ്യവും ഇതൊക്കെ തന്നെയാണ്. സാങ്കേതികതയെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ വ്യവസായങ്ങളും മറ്റ് മേഖലകളും ഒക്കെ തന്നെ അഭിവൃദ്ധിപ്പെടുത്തുക എന്ന ചൈനയുടെ വർഷങ്ങളായി തുടർന്നു വരുന്ന ആ ഒരു ലൈൻ തന്നെയാണ് അവർക്ക് ഇക്കാര്യത്തിലും കരുത്തായി മാറുന്നത്. വിമാനത്തെ കടത്തിവെട്ടിക്കൊണ്ട് ലോകത്തെ ഏറ്റവും വേഗതയിൽ പായുന്ന ട്രെയിൻ ഏതായാലും ഇനിയിപ്പോൾ ചൈനയ്ക്ക് സ്വന്തമായി എന്ന് തന്നെ പറയാം. ഈ ട്രെയിൻ ഓടുന്ന ദിനം കാത്തിരിക്കുകയാണ് ചൈനക്കാർ.